ഒടുക്കത്തെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. സന്തോഷം കൂടിയതുകൊണ്ട് തന്നെ ഉള്ള ബാഗൊക്കെ പാടെ പാക്കും ചെയ്ത് രാവിലെ തന്നെ സൂര്യനെ കണ്ടപ്പോ നമസ്കാരമുണ്ട്. ശരി, ഞാനല്ലാണ്ട് ഇത്ര മാത്രം ആൾക്കാരുണ്ടായിരുന്നോ ബാക്കി? പറഞ്ഞ സമയത്തിനെക്കാട്ടും 15 മിനിറ്റ് വൈകി വന്നൊരു ഡ്രൈവറും കാര്യമായിട്ട് എന്താ നോക്കുന്നത് വെച്ചപ്പോ ഗൂഗിൾ മാപ്പിനെക്കാട്ടും വെടിപ്പായിട്ടുള്ള ചൈനീസ് മാപ്പ്. അപ്പോഴാണ് പിന്നിലിരിക്കുന്ന ദരിദ്രവാസി തല പുറത്തിട്ട് നോക്കുന്നു മനസ്സിലായത്. മുന്നിക്ക് നോക്കിയപ്പോ ദേ ബൂബുണ്ടോട് നൂഡിൽസ് വിട്ട് കളിക്കുന്നു, സോറി ബലൂൺ വിട്ട് കളിക്കുന്നു. എത്ര പോയാലും കിലോമീറ്റേഴ്സ് തീരാത്ത അത്രമാത്രം ടണൽ എന്തോ ചെയ്യൂന്ന് പറഞ്ഞു നോക്കണേ. ഈ യക്ഷികളുടെ പാടെ ചിരി കേട്ടിട്ട് ഡ്രൈവർ ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടിയാലോ എന്നുള്ള എക്സ്പ്രഷനും കൊണ്ട് മൂപ്പര് തലപെത്തിലോ ഹൈറ് എത്ര പെട്ടത് വണ്ടി എടുത്ത് പോട്ടെ എന്ന് പറഞ്ഞ ഡ്രൈവർ അപ്പാപ്പ 100-110 വിടുന്നുണ്ടായിരുന്നു. പെട്ടിയും പാണ്ടും കിടക്കൊക്കെ പാടെ നേരെ വണ്ടിയുടെ മേലെയും കയറ്റി പരിചയമുള്ള സ്ഥലം ദിസ് ഇസ് വാട്ട് വി കോൾ എയർപോർട്ട്. നമ്മളങ്ങനെ ചൈന വിട്ടു രാവിലെ തന്നെ ടോയ്ലറ്റിൽ നിന്ന് ഒരു കിണിയും കിടിച്ച് എന്തോന്നടേ ഇത് സ്ക്രീനിൽ മൊത്തം മാത്തമാറ്റിക്സിന് ഫുൾ നമ്പേഴ്സ് ആണല്ലോ. മാത്തമാറ്റിക്സ് കഴിഞ്ഞപ്പോഴും കയ്യിൽ പാസ്പോർട്ട്. ചൈനയുടെ ഇമിഗ്രേഷൻ കണ്ടപ്പോൾ നിങ്ങളൊക്കെ നാട്ടിൽ എവിടെ നിന്നുള്ളവരാന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അടച്ചോനെ ആരെയും നിൽക്കുന്നത് ഫ്ലൈറ്റോ? സ്റ്റുഡൻസ് അതാത് സീറ്റിൽ എല്ലാവരും പോയി ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുന്ദരി കുട്ടിയായ ഒരു എയർ ഹോസ്റ്റസ് എന്റെ അടുത്ത് കൂടി പോയത്. എയർ ഹോസ്റ്റസ് സുന്ദരിയാണെങ്കിലും ഫുഡ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുമെങ്കിലും നമുക്ക് ബഡ്ജറ്റ് ഫ്ലൈറ്റ് അതൊന്നും നമുക്ക് ഫുഡില്ല. എന്റെ അടുത്തിരിക്കുന്ന ചേട്ടൻ സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ എന്റെ സമാധാനം പോയി. കുണ്ടും കുഴി നിറഞ്ഞ മേഘത്തിലൂടെ യാത്ര ചെയ്ത് 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഇനി കുറച്ച് മലേഷ്യൻ എയർപോർട്ടും അവിടുത്തെ തെറിവിളിയിലൂടെ വരുന്ന പൈസയും കൂട്ടത്തിൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ പാടെ കൂട്ടിയുള്ള വീഡിയോ നാളെ വരും. അപ്പൊ ഇന്നത്തെ പരിപാടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. 4 മണിക്കൂർ ഉറങ്ങാൻ പറ്റാത്തതിന്റെ ക്ഷീണത്തോടെ മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് സംഭവ വിജിലമായ എന്തോ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മലേഷ്യയിൽ വന്നിട്ട് ഇവിടുത്തെ വെള്ളം കുടിച്ചില്ല പറഞ്ഞാൽ മോശമില്ലെന്ന് വെച്ചിട്ട് നേരെ കപ്പും എടുത്ത് 10 വട്ടാരം കുടിച്ചാലും കുടിക്കാത്ത കുടിയും കുടിച്ച് അടുത്തതായി വിശപ്പ് മാറ്റാൻ വേണ്ടി വല്ല ചിപ്സും വാങ്ങി തിന്നാ വെച്ച് നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ വായിച്ചെടുത്തു. കൂടെയുള്ള എല്ലാ ബാഡീസിനെയും താങ്ങി തൂങ്ങി നല്ല ക്ഷീണുണ്ടെങ്കിലും മുഖത്ത് അത് ഒട്ടും കാണിക്കാതെ ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോ സുന്ദരിയായ ഒരു എയറോസ്റ്റേഴ്സ് കണ്ടപ്പോ ആ ഉറക്കം പോയി. ഉറക്കം തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ദേ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ. ഇവരാണ് സുഹൈല്, അപ്പുറത്ത് നിൽക്കുവൻ ഷെബീർ, ഇരട്ട പേര് പാക്കരൻ. വണ്ടിയും എടുത്ത് നേരെ എന്നെ കൊണ്ടുപോയത് ആദ്യം തന്നെ ഒരു ചായ കുടിക്കാനായിരുന്നു. നാട്ടിലെ എന്റെ ചെറുപ്പമുള്ള അടുത്ത കൂട്ടുകാരാണ് ഇത്, ഡിങ്കും മിങ്കും. നാട്ടിലിറങ്ങിയ ഉടനെ ആദ്യം ഒരു ചൂട് ചായ കുടിക്കുക, അതും ഒരു ചിയേഴ്സ് വിത്ത് പാക്കരൻ. 2 വർഷത്തിന് ശേഷം നാട്ടിലത്തെ ചായക്കൊക്കെ എന്താ സ്വാദ്. അന്തസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പുറത്ത് അവൻ നിന്നിട്ട് അവന്റെ ഭാര്യനോട് ചൊള്ളിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോ നേരെ ഡാഡറ വക ഒരു കൈതരലും ഒരു വാരി പുടർത്തലും വന്നതുകൊണ്ട് സ്വീകരണം കുറച്ച് കൂടുതലായിരുന്നു. നല്ല തേങ്ങ അരച്ച ചിക്കൻ കറി മമ്മിയുടെ വക. മമ്മിയുടെ കൈപ്പൊടി അറിയാതുകൊണ്ട് സുഹൈലും പാക്കരുടെ അവിടെ അത് വെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു. എന്റെ മോനെ നാട്ടിൽ വന്നിട്ട് പൊറോട്ടി മമ്മിയുടെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചപ്പോ വീണ്ടും അന്തസ് എന്തോ ചെയ്യൂന്ന് പറഞ്ഞു നോക്കണേ. അതിനുശേഷം മമ്മി മഞ്ഞൾ ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു എന്നുള്ള കഥ അവരോടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. 2 വർഷം കഴിഞ്ഞ് നാട്ടിലെത്തിന്റെ സന്തോഷമാണിത്. ഒരു ഉച്ചരയപ്പോ കണ്ണും തിരുമ്പി നേരെ എണീറ്റ് വന്ന് കിച്ചണിൽ പോയപ്പോ മമ്മിയുടെ ഗാനം കേട്ട് നല്ലൊരു അയിലക്കറി മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ എടുത്ത് ചോറിലേക്ക് ഇങ്ങനെ കളകളാന്ന് ഒഴിച്ച് നല്ല പപ്പടം എടുത്ത് ഇങ്ങനെ കടച്ച് എന്ന് പറഞ്ഞ സംഭവം അത് പൊടിച്ചെടുത്ത് 2 വർഷം കഴിഞ്ഞിട്ട് വീട്ടിലത്തെ ഭക്ഷണം കഴിക്കൊണ്ടാണോ എന്ന് അറിയില്ല. എന്റെ മോനെ വേറെ ലെവൽ ടേസ്റ്റ് എന്തോ ചെയ്യൂന്ന് പറഞ്ഞു നോക്കണേ. ശേഷം പുറത്തു പോകാൻ വേണ്ടി റെഡിയായി. ഞാൻ പഠിച്ചിരുന്ന ISS സീനിയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണയിലേക്ക് ഞാൻ വന്നു. വന്നപാടെ ഒരു ലോഡ് കുട്ടി സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഉണ്ടായിരുന്നു. അവരെല്ലാവർക്കും ഒരു ഹായും ബായും ഒക്കെ പറഞ്ഞതിന് ശേഷം പഠിപ്പിച്ച എന്താണ് എന്നെ പറ്റിയുള്ള അഭിപ്രായം പറയൂ. ഫൈസൽ വളരെ നല്ല കുട്ടിയാണ്. ഇത്രയും തറ പിടിച്ചൊരു സാധനം വേറെ ഉണ്ടാവില്ല എന്നുള്ളത് അവരിന്നോ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു, ഇന്ന് വീണ്ടും ഔട്ട്സ്റ്റാൻഡിങ് ആയി. ഇന്നും പുറത്താ, അന്നും പുറത്താ, ഇന്നും പുറത്താ. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഒരു ബായും കൊടുത്തോണ്ട് ഇന്നത്തെ പരിപാടി സബ്സ്ക്രൈബ് ചെയ്യട്ടെ. 2 വർഷം കൂടുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴുള്ള സ്വീകരണം. കിച്ചണിൽ ചെന്നപ്പോൾ മമ്മി നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല വേവ് ആയിട്ടുള്ള നല്ല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടിച്ചു മാറ്റിയൊരു ദോശ ചുരുട്ടി തിന്നണ സമയത്താണ് അത് വന്ന് കണ്ട മമ്മി എന്നെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ട് അതിനെ മൈൻഡ് ചെയ്യാണ്ട് അപ്പുറത്തോട്ട് തിന്ന് നോക്കിക്കൊണ്ട് പോകുന്നു ഞാൻ. ശരി, നമുക്കൊന്ന് വിസ്തരിച്ചിരുതേക്കാം എന്ന് വെച്ച് 2 ദോശയും കൂട്ടത്തിൽ നല്ല ചട്നിയും കളകളാന്ന് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നല്ല പൊട്ടിച്ചെടുത്ത ദോശയും നല്ല ഇങ്ങനെ മുക്കി ഞെരടി എടുത്ത് അതെടുത്ത് അണ്ണാക്കുന്ന അണ്ടാവിലേക്ക് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. അന്തസ് എന്തോ ചെയ്യൂന്ന് പറഞ്ഞു നോക്കണേ. അത് കഴിഞ്ഞപ്പോൾ നീ ഇനി മുടി വെട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന ദോശ ഞാൻ ഒഴിവാക്കുന്നു പറഞ്ഞപ്പോൾ എന്റെ കണ്ണ് തള്ളിപ്പോയി. അതുകൊണ്ട് മുടി വെട്ടാന്ന് വിചാരിച്ചു. ശരിയല്ലേ, മുടി വെട്ടിപ്പോ ഒരു മനുഷ്യക്കോലം വെച്ചു. വൈകുന്നേരം ആയപ്പോൾ എന്റെ ചെറുകര എന്ന് പറഞ്ഞ നാട്ടിൽ അവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. 3-4 കിലോമീറ്റർ മൊത്തം കയറ്റമായതുകൊണ്ട് തടി കുറയാനും നല്ലതാണ്. കുറേ വേണ്ടി നടന്നല്ലോ, ഇനി നാളത്തേക്കുള്ള നടക്കാനുള്ള മോട്ടിവേഷൻ വേണ്ടി തിന്നാന്ന് വിചാരിച്ചു. മന്തി മച്ചണൈസ് ഇല്ലാണ്ട് എന്ത് മന്തി. മച്ചണൈസും ചിക്കനും കൂടി നല്ല ഞൊയിന്ന് ഞെക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ പട്ടി പോങ്ങണ പോലത്തെ ചിക്കന്റെ മേലെ ഒരു പീസും എടുത്ത് നേരെ ഈ മച്ചണൈസിന്റെ കൂട്ടത്തിൽ കൂട്ടി അണ്ണാക്കുന്ന ബഹറിലേക്ക് തട്ടിപ്പോ വല്ലാത്തൊരു മനസ്സും എന്തോ ചെയ്യൂന്ന് പറഞ്ഞു നോക്കണേ. നാളത്തേക്ക് നടക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയി. അപ്പൊ ഇന്നത്തെ പരിപാടി സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഭക്ഷണമില്ലാത്തതിന്റെ വില നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ
എന്തെങ്കിലും ചെയ്തു കൊടുത്തേക്കാം. ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും വിശന്നിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വില നന്നായിട്ട് മനസ്സിലാവും. ഇതിനൊക്കെ കാരണം നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് കാരണം നമുക്ക് കിട്ടുന്ന റവന്യൂ ആയിരുന്നു എന്നുള്ളത് നിങ്ങളും ആലോചിക്കുക. അപ്പൊ ഇതിന്റെ പങ്ക് നിങ്ങൾക്കുമുണ്ട്. ഇപ്പോൾ 10 ദിവസത്തിനുള്ള ഭക്ഷണത്തിനുള്ള കാശാണ് ഉണ്ടാക്കിയത്. തൽക്കാലം നമുക്ക് പറ്റുന്ന പോലെ 3 നേരം വെച്ച് 10 ദിവസം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാത്ത സങ്കടം നന്നായിട്ട് അറിയാതുകൊണ്ട് തന്നെ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും അതേപോലെ അവർക്കും കിട്ടുന്ന ഒരു മനസ്സുഖമുണ്ട്. ഇതിനൊക്കെ കാരണം നിങ്ങളും കൂടി ആയതുകൊണ്ട് എല്ലാവരോടും ഒരു നന്ദിയും പറഞ്ഞ് ഹോട്ടലിലെ മുതലാളിയുടെ ആന്റിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെക്കും ചെയ്തു. സബ്സ്ക്രൈബേഴ്സും കൂടി ഒരു കാരണം ആയതുകൊണ്ട് 300 കയ്യിൽ നമ്മൾ ഒരു ഗിവ് അവേ വെക്കുന്നുണ്ട്. അർഹതപ്പെട്ടവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അത് അവരെ ചിരി കാണുമ്പോൾ നമുക്കൊരു മനസ്സുഖമാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി സബ്സ്ക്രൈബ് ചെയ്തേറ്റാ. പെരിന്തൽമണ്ണ ഇമേജിന്റെ ഓസിക്ക് കിട്ടിയൊരു ടീഷർട്ടും ഇട്ട് അത് ശരി അപ്പോഴേക്ക് ഡ്രസ്സും മാറ്റി. നിനക്കെന്താ വയ്യേ? എന്തായാലും മാറ്റിയതല്ലേ, എങ്ങോട്ടാ പോണത് പറഞ്ഞുതരാം. നാട്ടിലെത്തിയിട്ട് വിജിലംബിച്ച ആനവണ്ടി കയറിയില്ലാന്ന് പറഞ്ഞ മോശമല്ലേ? കയറി കഴിഞ്ഞപ്പോൾ ചില്ലറില്ലാത്തതുകൊണ്ട് സ്നേഹകുലിതമായ ചേട്ടൻ പറഞ്ഞു, മോനെ നീ പേടിക്കേണ്ട, നിനക്കുള്ള ബാലൻസ് ഞാൻ തരാന്ന് പറഞ്ഞ ബാലൻസ് ഇനി എപ്പോ തരുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു ഞാനും. ബാലൻസും വാങ്ങി കേരളത്തിലെ ചൂടും തട്ടി നടക്കുമ്പോ നിങ്ങളൊക്കെ സഹായിച്ചിട്ടുള്ള യൂട്യൂബ് റവന്യൂ എന്ത് ചെയ്തു എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ ചേട്ടന് ടാറ്റയും കൊടുത്ത് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നേരെ ചെന്ന് കയറി ബസ്സിലിരിക്കുമ്പോൾ വാള് വെക്കാതിരിക്കാൻ ഒരു മരുന്നും വാങ്ങി. ദേ നോക്കൂ, മഞ്ഞ കളർ ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന തമിഴ്നാട്ടിലേക്കാണ്. ചൂട് കൊണ്ട് കരിയാതിരിക്കാൻ നേരെ തൊപ്പി എടുത്ത് വെച്ചു. എന്തോ ചെയ്യൂന്ന് പറഞ്ഞ് നോക്കണേ. അപ്പോഴാണ് ബസ്സിലുള്ള ഒരു ഫ്രീക്കൻ അപ്പാപ്പനെ കണ്ടത്. നാട്ടിലെത്തിയ വൈബ് അടിക്കാനാ തോന്നുന്നു. എല്ലാ കുട്ടിലും കുടിയിലും തെറ്റിക്കാതെ ഡ്രൈവർ കൊണ്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി സബ്സ്ക്രൈബ് ചെയ്യേറ്റാ.